ബോട്ടിന്റെ കൊമ്പുമേലായിട്ട് ഒരാൾ വന്ന് റെസ്റ്റ് ചെയ്തിരിക്കണേണ്ടിക്കാണ്ട് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മംഗലാപുരം ആ ഒരു സൈഡിലോട്ടാണ് ചൂണ്ടപ്പണിക്കായിട്ടാണ് പോണത്. കാറ്റ് നല്ല രീതിയിലുള്ളതിന്റെ പേരിൽ ആ കാറ്റിന്റെ ഒപ്പം നമ്മളിങ്ങനെ ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. എന്തായാലും അടിപൊളിയാണ് ഇങ്ങനെ പോകാനായിട്ട്. അത് മാത്രമല്ല, എപ്പോഴും നമ്മൾ മീൻ മാത്രം കൂട്ടിയല്ലട്ടാ ബോട്ടിനകത്ത് ഫുഡ് കഴിക്കണത്. മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ബോട്ടിനകത്ത് ഉണ്ടാവട്ടെ. ചെറുപഴവും അതുപോലെ ഏത്തപ്പഴവും ഒക്കെ കിട്ടിയാണ് നമ്മൾ ബോട്ടിൽ കടലിലേക്ക് നേരെ പോണേട്ടാ. നിലവിൽ നമ്മളിപ്പോ പോണ ബോട്ടിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ ഉച്ചക്ക് മാത്രമേ ഉള്ളൂ മീൻ കറി. രാവിലെ ആണെന്നുണ്ടെങ്കിൽ കടല, രാത്രിയാണെന്നുണ്ടെങ്കിൽ പയറാണ്ട നമുക്ക് ഈ ബോട്ടിനകത്ത് വന്നത്. അത് പ്രിപ്പയർ ചെയ്യണ ആളുടെ കൈപ്പുണ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറിഞ്ഞ ഭംഗിയാക്കണത്. അത് മീൻകറി ആണെങ്കിലും ഇതുപോലത്തെ കടലക്കറി ആണെന്നുണ്ടെങ്കിലും ഇനി ഈവൺ ഇപ്പൊ ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും അത് വെക്കേണ്ട രീതി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യോട്ടെ. അപ്പൊ നമ്മുടെ ബോട്ടിൽ രാവിലെ കഴിക്കാനായിട്ട് നല്ല ചൂടൻ കന്നിയും അതുപോലെ കടലയും പിന്നെ ഓരോ മുളക് വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല നാരങ്ങയും ഈന്തപ്പഴവും ഇട്ടൊരു അച്ചാറും ഇതെല്ലാം കൂടി എടുത്തിട്ട് ബോട്ടിന്റെ അമരത്തും അണിയത്തുമായിട്ട് ഇങ്ങനെ മാറി മാറി വന്ന് കഴിക്കേണ്ട ചേട്ടന്മാര്. ഈ ഒരു വൈബിനകത്ത് മീൻകറി തന്നെ വേണമെന്നില്ല, ഇതുപോലെ കന്നിയും കടലേക്ക് ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്ട, അടിപൊളിയാണ്.